Hello guys, welcome back to my YouTube channel Afro Summers Iris Vlog. അപ്പോൾ ഗായ്സ് ഇന്ന് ഞാൻ എൻ്റെ ഒരു ജേർണലിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ജേർണലിംഗ് ചെയ്യാം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ജേർണലിങ്ങും കാണിച്ചാൽ ഇപ്പോൾ ചെയ്യണ ജേർണലിംഗ് കാണിച്ചാൽ ഒരു ദിവസം ഞാൻ 3 ജേർണലിംഗ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ 3 ജേർണലിംഗ് ചെയ്താലോ? കമോൺ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗായ്സ് ഫസ്റ്റ് എന്താ ഇതങ്ങനെ ഞാൻ സ്കൂളിലേക്കൊന്നും കൊണ്ടുപോയില്ല. കാരണം എന്താ വെച്ചാൽ എന്നൊരു ടീച്ചറുണ്ട്. ആ ടീച്ചർ വാങ്ങിയെടുത്താൽ പിന്നെ ലോകത്തെ ആർക്കും തരില്ല, ബാക്കി എല്ലാവർക്കും കൊടുക്കും. കാണാം. ഫസ്റ്റ് ഞാൻ ജേർണലിംഗ് ബുക്ക് തുറക്കുകയാണ് കേട്ടോ. ഹിപ്പിങ് ഡയറി ഹിപ്പിങ്ങിൻ്റെ ഇത് ഞാൻ കാലം ഇതിനകത്ത് ഞാൻ തുടങ്ങാൻ കാലം എൻ്റെ ഫസ്റ്റത്തെ ഞാൻ ഫസ്റ്റ് സ്കൂൾ അടച്ചപ്പോൾ ചെയ്തതാട്ടോ ഗൈസ് ഈ ജേർണലിങ്. ഇതാട്ടാ ഈ ജേർണലിങ്. അത് എനിക്ക് സെക്കൻഡ് ജേർണലിങ്. ടോപ്പിക് എന്താണെന്നറിയോ? അവക്കാഡോ ജേർണലിങ്. ഇത് വായിക്കാനായിട്ട് ഞാൻ ഒരു വീഡിയോ കമൻറ്റ് വരാണെങ്കിൽ ഞാൻ വീഡിയോയിൽ കാട്ടാം. പിന്നെയാണ് എന്താണെന്നും എൻ്റെ ടോപ്പിക് വെച്ച് ടോപ്പിക്കൊന്നുമില്ല, ചുമ്മാ ഒരു ചാനൽ കണ്ടോ. ഇതിൻ്റെ ട്രിക്ക് ഞാൻ എന്താണെന്ന് പറഞ്ഞാട്ടെ, ഈ ഒട്ടിക്കുന്ന പേപ്പറിൻ്റെ ട്രിക്ക്. പിന്നെ എന്താ, ഈ പടം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ? വാട്ടർമെലൻ ഇനി കിടക്കുക കേട്ടോ ഗായ്സ് കാണാൻ. ഇതുണ്ടോ സെക്കൻഡ്. ഇപ്പം എത്ര ചാനലിങ്ങായി കേട്ടോ? ഒന്നിട്ട് നിൽക്കാം. 1 2 അയ്യോ വിട്ടു സാർ. ഇത് ഫസ്റ്റ് ജേർണലിങ് ആൻഡ് ദിസ് ഈസ് മൈ സെക്കൻഡ് ജേർണലിങ്. ആൻഡ് ഈ ജേർണലിങ്ങിൻ്റെ ടോപ്പിക് ഞാൻ അറിയാം, ലബൂബ് സ്റ്റിക്കേഴ്സ്, ലബൂബ് ജേർണലിങ്. പിന്നെ അതെ എനിക്ക് ഇഷ്ടപ്പെട്ട ബട്ടർഫ്ലൈ ഞാൻ ചെയ്തെടുത്തിട്ട് ബട്ടർഫ്ലൈ ജേർണലിങ്. ബട്ടർഫ്ലൈ ഇഷ്ടപ്പെട്ടെങ്കിൽ അയക്കണം കേട്ടോ. പിന്നെ ഗേൾസിനെ കുറിച്ച് ഗേൾസ് അല്ല പിന്നെ ടോപ്പിക് അറിയാലോ, വാട്ടർമെലൺ. അത് കഴിഞ്ഞിട്ട് ഇനി കിടക്കുക കേട്ടോ ഗൈസ്. ഇതപ്പം കയ്യുണ്ടോ ഇതൊന്നും അയച്ചാൽ ഒരു ചുമ്മൊരു ജേർണലിങ്. പിന്നെ ഇത് പിന്നെന്താ പറയുക, ഇതാണ് ലീഫ് ജേർണലിങ്. പിന്നെ ക്രോഷിയാണ് യാണും കൊണ്ട് ഞാൻ ഇത് ബോ ഉണ്ടാക്കി ചെയ്യണം. പിന്നെ ഇതിൻ്റെ തലയിൽ ഞാൻ ചെയ്ത ഈദ് മുബാറക്. ഇത് സ്റ്റിക്കി നോട്ട് ജേർണലിംഗ് ആണ്. പിന്നെ ഇത് നമുക്കറിയാലോ, കുറോമി ജേർണലിംഗ്. കുറോമി സെക്കൻഡ് ഇതാ. ഇതൊരു ചുമ്മൊരു ജേർണലിംഗ്. ഇതെന്താ ഈ വരച്ചേക്കണ എന്താ? സ്ട്രോ ഇവിടെ ഇത് സൈഡിലിരിക്കണ കണ്ടേ, സ്ട്രോ ആട്ടോ. സ്ട്രോ തന്നെ. ഇത് പേപ്പർ ജേർണലിംഗ് കേട്ടോ. സാധാ നമുക്ക് പേപ്പർ. പിന്നെയാണ് ഗായ്സ് കുറച്ച് സൂക്ഷിക്കേണ്ട. ഇത് ഞാൻ ഒരു പൂവിൻ്റെ ജേർണലിംഗാണ്. പൂവ് കൊണ്ട് ഒട്ടിച്ച് വെച്ചേക്കണം കേട്ടോ ഗൈസ്. ഇതെന്താ സ്പൂൺ ജേർണലിംഗ്. കല്യാണത്തിന് മുമ്പ് ഐസ്ക്രീം ഞങ്ങൾക്ക് മറ്റേ ഭാഗത്തൊരു ഐസ്ക്രീമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്തത് എന്തായാലും. പിന്നെ ക്രോഷ്യൻ ഇതും കൊണ്ട് ഞാൻ ചുമ്മാ ചെയ്തു. പിന്നെ അത് ഓർബിറ്റ് ജേർണലിംഗ്. ഓർബിറ്റ് ഇങ്ങനെ കുഞ്ഞു മെർക്കുറി ജേർണലിംഗ്. ഞാൻ ഈ ജേർണലിംഗ് കഴിയുമ്പോൾ മേളിൽ ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗ്രീൻ ആപ്പിൾ ജേർണലിംഗ്. അയ്യോ ഇതൊരു പേപ്പർ ജേർണലിംഗ്. പിന്നെന്തായിരുന്നു, കല്യാണത്തിന് മറ്റേ ചായക്ക് ഉണ്ടാവില്ലേ, അപ്പോൾ ഒരു കപ്പിലേക്ക് കുഞ്ഞ കപ്പിൽ ഊറ്റില്ല കോഫി എന്നും പറഞ്ഞാൽ അതാട്ടി കാണുന്നത്. പിന്നെ ഇങ്ങനത്തെ ചുമ്മൊരു ഷോക്സ് ജേർണലിംഗ്, കാലിലിരുന്ന കേട്ടോ. എന്തൊക്കെ ജേർണലിംഗ് അല്ലേ. പിന്നെ ഒരു ജേർണലിംഗ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ എനിക്ക് കാണാൻ ഉണ്ടാവില്ല കേട്ടോ. ഗായ്സ് ഇതുണ്ടോ, ഈ ഇരിക്കുന്ന ആരാന്ന് പറയും, ഇത് ഞാനാട്ടോ. എന്നെക്കുറിച്ചുള്ള ജേർണലിംഗ്. അത് വായിക്കാണ്ടിരിക്കണം എന്നാട്ടോ നല്ലത്.
പിന്നെ ഒരു സാധാ ജലങ്ങ. എനിക്കിനി ഹണി ബി ജലങ്ങയാണ്, പക്ഷേ ഇല്ലേ തേനീച്ചിനെ കിട്ടണമല്ലോ കവചക്കറിയിൽ കിട്ടാതെ. ഇനി ഞാൻ ഏതൊക്കെ ജലങ്ങ ചെയ്യണമെന്നൊന്ന് കമൻറ്റ് പറഞ്ഞിട്ട് എനിക്ക് കിട്ടാറില്ല. പിന്നെ ഇനി ജലങ്ങ ചെയ്യാൻ കിടക്കുന്നുണ്ടാ ലേസ് ജലങ്ങ ചെയ്യാൻ കിടപ്പുണ്ട്, ഞാൻ ചുമ്മാ ചെയ്യാത്ത പിന്നെ ഞാൻ ചെയ്യും. ഇത് പിന്നെ ചുമ്മാ ഒരു കളിക്കണ ഒരു ജലങ്ങ, പിന്നെ ഒരു ചുമ്മാ ഒരു പേപ്പർ കീറി വെച്ച ജലങ്ങ. ഗൈസ് ഇതുണ്ടോ, ഇതൊരു സീസൺ ജലങ്ങ ഞാൻ തന്നെ ചെയ്ത കുളിയല്ല, പക്ഷെ കുളി. പിന്നെ ഞാൻ ലാസ്റ്റത്തെ രൂള ജലങ്ങ. ആ വീഡിയോ കാണുമ്പോൾ കുറച്ച് കുഴപ്പമില്ലേ, അല്ലാത്തപ്പോൾ ഒരു രസമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് ഇപ്പം എത്രാമത്തെ ജലങ്ങ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് എണ്ണ എടുത്തായിരുന്നോ? 32ാമത്തെ ജലങ്ങ. അങ്ങനെ ചെയ്തു. ഇതെൻ്റെ ഒരു ഉമ്മയുടെ പണ്ടത്തെ ഒരു ഡയറി ആട്ടോ, അതൊരു കാര്യം. പിന്നെ ഗായ്സ് അപ്പം നമുക്ക് ചാലഞ്ച് ചെയ്യാം. ഗായ്സ് ഞാൻ എൻ്റെ ഡോളിനെ കാണിച്ചിട്ട് പോപ്പിക്കുട്ടി എന്നാട്ടോ ഞാൻ പേരിട്ടേക്കണേ, പോപ്പിക്കുട്ടി കാണിച്ചിട്ട്. മറ്റേക്ക് ജോയ് കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യില്ലേ, അതാട്ടിത് പോപ്പിക്കുട്ടി. പിന്നെ ഈ റോയിൽ പറയണ ക്രോഷ്യയുടെ കുറച്ച് ഐറ്റംസ്. അപ്പോഴത്തേക്കും ഇതാട്ടോ ഗൈസ് എൻ്റെ ഗമ്മ്. പക്ഷെ ഇത്രയേ ഉള്ളൂ കേട്ടോ, കുറച്ച് പിശക്കണം കേട്ടോ ഗൈസ്. എൻ്റെ ഈ വീട്ടിൽ എല്ലാ ഐലൻഡും എന്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പണിയുണ്ടാവും കേട്ടോ. ഇത് ഐലൻഡിൻ്റെ കുപ്പിയാണ്. ഇങ്ങനത്തെ ഓർബിൻസ് കുഞ്ഞു ചുറ്റാണെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നിറഞ്ഞ് പൊളിഞ്ഞ് നല്ല വെള്ളാട്ടോ എൻ്റെ കപ്പല്ലേ. പിന്നെ ഇത് എൻ്റെ കുറച്ച് ബോഷ്ക്കാണ് യൂട്യൂബിൽ നോക്കി പഠിച്ച ആദ്യങ്ങൾ സായം കൊണ്ടാണ് ഞാനിതൊക്കെ നക്കാപ്പിക്ക പഠിക്കണം. ഗൈസ് ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യം. ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ എൻ്റെ മേശ ഒന്ന് മൊത്തത്തിൽ കാണിച്ചു തരാം. ഇത് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ. അപ്പോൾ ചാനലിൽ തുടങ്ങാം. ഫസ്റ്റ് ഞാൻ എൻ്റെ ലേസറിങ് അല്ല കൊതി നോക്കി മുട്ടായി ഞാൻ തോന്നുന്നത് ഈ എരുമടിയിൽ നിന്ന് ഇംഗ്ലണ്ട് മുട്ടായി അയച്ചിട്ടുണ്ടോ നിങ്ങൾ? അതെ, ഇംഗ്ലണ്ട് മുട്ടായിനെ കുറിച്ചൊരു ചെയ്യാം. അതിൻ്റെ ഐസ്ക്രീം ചട്നിയെ കുറിച്ച് കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ ചെയ്യാം. ഈ പേജായിട്ട് ഉദ്ദേശിച്ച് ഈ പേജ് ഞാൻ ഈ കയ്യാണിക്കൊണ്ടിരിക്കുന്നത്. തുടങ്ങാം ഗൈസ്. അങ്ങനെ ഇനി ഒരു വെടിക്കെട്ടിലേക്ക് ഞാൻ പോവുകയാണ്. നമ്മുടെ ഇംഗ്ലണ്ട് മുട്ടായി എടുക്കണം. എന്നിട്ട് കുറച്ച് കുടിക്കണില്ല കേട്ടോ, പക്ഷേ ഇതൊരു ഇതാക്കണ്ടോ ഈ സാധനം വലിച്ചൂരില്ല ഇങ്ങോട്ട് പിശിക്കാണ് വരുന്നത്. ഇത്രയായിട്ട് ഞാൻ എടുക്കുള്ളൂ. എന്നിട്ട് ഞാൻ ആ ഇംഗ്ലണ്ട് മുട്ടായിൻ്റെ ആ പിക്ചറില്ലേ അത് ഞാൻ ഈ ടൈപ്പിൽ ഇങ്ങനെയൊക്കെയല്ല ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇതേ ഇവിടെ അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇംഗ്ലണ്ട് ചോക്ലേറ്റ് ഇംഗ്ലണ്ട് എനിക്കിനി കുറച്ച് ഗം വാങ്ങാൻ പോകണം കേട്ടോ ഗൈസ്. ഇംഗ്ലണ്ട് അതിനെക്കുറിച്ച് എഴുതണൊക്കെ നിങ്ങൾക്ക് കാണാം. ഇംഗ്ലണ്ട് മുട്ടായി ആയിട്ടില്ലേ ഗൈസ്. അപ്പം ഞാൻ എന്താ പറയുക
നിങ്ങൾ എന്നെ എൻ്റെ അനിയത്തി വിളിക്കുന്നുണ്ട് ഗായ്സ്. ഈ വീഡിയോയിൽ കേൾക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ നോക്കട്ടെ. എനിക്ക് എൻ്റെ അനിയത്തി ഇടക്കിടക്ക് കാണുമ്പോൾ ഞാൻ എടുക്കുമ്പോൾ നല്ല തലച്ചെടുക്കും. അപ്പം ഇങ്ങോട്ട് വരാറ് എന്നെ കാണാത്തോണ്ട് എടുക്കണേ. കാരണം എന്നെ കണ്ടുകഴിഞ്ഞാലും ഗൈസ്. അപ്പം എൻ്റെ ഒരു ഷീറ്റ് കവർ ഞാൻ വൈഫ് സ്റ്റിക്കർ എടുക്കണ്ടേ പറ്റില്ല ഗൈസ്. ഇംഗ്ലണ്ട് എന്താ നമ്മുടെയല്ലോ റജീത്താന്റെ വീട്ടിലല്ലോ കുഞ്ഞു പൂച്ച. അതാ വേറെ ആൾക്കുള്ള പൂച്ച കേട്ടോ എൻ്റെ അനിയത്തി. ഈ പൂച്ചേനെ കാണാൻ പറ്റൂല കേട്ടോ ഗൈസ്, അതുകൊണ്ടാട്ടോ. പോയി കളിച്ചോ ശല്യ. ആ മതി 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 പോ പോ. ആ ഓക്കെ ഓക്കെ. താങ്ക് യു. അതോ ഗൈസ് മതി. ഓക്കെ ഗൈസ് മറ്റേ പാട്ട് കേട്ടോ ഗൈസ്. ഗൈസ് ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളെ പറഞ്ഞു വിട്ടു എൻ്റെ പൊന്നും. എങ്കിൽ ശരിയാട്ടോ അവളെയും കൊണ്ട്. കുഞ്ഞിപ്പൂച്ച എവിടെയാ? പിന്നെ ഈ ഒരു ഇതിന് കയ്യിലുണ്ടല്ലോ ചുറ്റാൻ പാടില്ല. പിന്നെ ഒരു സ്റ്റിക്കിനുണ്ട്. Memory to find. ഇതിനും വശമാണായിരിക്കും. ഗേൾസ് എൻ്റെ ഭാഷ ഫുൾ ഞാൻ പറയാലോ. ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു മഞ്ഞ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ എടുത്ത് ഗൈസ് നിങ്ങൾ ചെയ്യണ പോലെ ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇടയ്ക്ക് മടിയായതുകൊണ്ട് യൂട്യൂബിൽ ഇടലാന്നുള്ളൂ കേട്ടോ ഗൈസ്. വേറൊന്നും തോന്നരുത്. ഈ പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇനി യൂട്യൂബിൽ എന്തൊരു കുന്തവും പിടിച്ചിടാത്തതെന്ന് എനിക്ക് ചില കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചില ഊച്ചാളികളുണ്ട് ചുമ്മാ കൊള്ളൂരാത്ത കമൻ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. എനിക്കത് വായിക്കുമ്പോൾ ചൊറിഞ്ഞങ്ങോട്ട് കയറും. ഞാൻ റിപ്ലൈ കൊടുക്കാൻ പോലെ കേട്ടോ. ഇങ്ങനെ ഗേൾസായാലും ബോയ്സായാലും ഒക്കെ ഊച്ചാളികളെന്ന് പറയാം. അതൊക്കെ പോട്ടെ. ആ ഊച്ചാളികൾ ഊച്ചക്ക പോയിക്കോട്ടെ. അപ്പോൾ ഉണ്ട് ഈ ജനങ്ങൾ ആ ഊച്ചാളികൾ ഇങ്ങനത്തെ ഒന്നൊരു കമൻറ്റ് പറയിട്ടും ഗൈസ്. എനിക്ക് മിക്കപ്പോഴും എനിക്കില്ലേ ഷോർട്സിലാട്ടോ ഒത്തിരി കൂടുതൽ കമൻറ്റ് വന്നതല്ല. ഡാൻസൊക്കെ ആകുമ്പോൾ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടാവും. ഡാൻസിൽ ഒറ്റ കമൻറ്റ് വരാറില്ല. ഇങ്ങനത്തെ ഷോർട്സ് വീഡിയോ ഇങ്ങനെ ഡയലോഗ്സ് ഒക്കെ അതിന് വരാറുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതിനൊരു ഊച്ചാളി അയച്ചേക്കുക. ഇതാ ഈ മരപ്പൊട്ടി റിപ്ലൈ കൊടുത്തിട്ടില്ല. പിന്നെ ഒരു ഊച്ചാളി എന്താണ്ടൊക്കെ ഒരു കമൻറ്റ്. ഇനി ഒരു ദിവസം കമൻറ്റ് പറഞ്ഞുതരാം. ഞാൻ ഒരു ദിവസം ഈ വീഡിയോ ഒക്കെ പറയുന്നുണ്ട്. എന്നും അത് ദേഷ്യം. അപ്പം ഞാനില്ലേ കമൻറ്റ് കൊടുക്കാൻ പോകുമ്പോൾ ഒരു കമൻറ്റ് എടുക്കണേ. അപ്പം ഞാൻ വേറെ വല്ലവരും കമൻറ്റ് റിപ്ലൈ അവർക്ക് ഞാൻ ഒരു ദിവസം ഒരാൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തു കേട്ടോ. അപ്പോഴില്ലേ അവർ പിന്നെ ഡിസ്ലൈക്കും ചെയ്തു. കമൻറ്റ് പറഞ്ഞപ്പോൾ ഡിസ്ലൈക്കും ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ മാറിക്കാം. എന്താ അല്ലേ ചെക്കന്മാർക്ക് ഭയങ്കര മടയല്ലേ ഗൈസ്. ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടില്ലേ. ഇനി കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ആവാം അല്ലേ. അതെ ഗൈസ്. ഞാൻ ഇങ്ങനെ ചേർക്കുമ്പോൾ ഇപ്പോൾ വന്നൊരു പാട്ട് കണ്ടിട്ട് കുട്ടിയില്ലേ, ആ കുട്ടി ചോദിക്കും
എന്താ പറയുക, എൻ്റെ അനിയത്തി കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് കുട്ടി, അയൽവാസിയിൽ നിന്ന് കുട്ടിയെന്ന് ചോദിക്കും. ആ കൊച്ച് വന്നിട്ട് ചോദിക്കും, പശ കുടിച്ചോ? പശ കുടിക്കല്ലേ താത്ത, എനിക്കും ടേസ്റ്റ് ചെയ്യാൻ താന്ന് പറഞ്ഞു. ഞെട്ടിപ്പോയില്ലേ ഗായ്സ്. ഇങ്ങനെയൊക്കെ പിള്ളേർ വഴി തെറ്റണേന്ന് ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഗായ്സ്. എന്നിട്ടിപ്പം ഞാൻ അതൊക്കെ പോട്ടെ, നമ്മുടെ ജേണലിങ് പാവ ഇവിടെ ഇങ്ങനെ ചുമ്മാ എൻ്റെ എപ്പോഴാണ് ഈ ഡയലോഗ് കഴിയണേന്ന് എനിക്ക്. അപ്പം ഞാൻ ജേണലിങ് കൊണ്ട് ചെയ്തിട്ട് നിങ്ങൾ കൊടുത്ത് മിണ്ടാണ് കേട്ടോ ഗൈസ്. ഇത് ഏറ്റവും കൂടുതൽ മാൾ അപ്പുറത്തെ പിള്ളേരെ കൊണ്ടുവന്നിട്ട് കളിക്കാൻ ഇടയ്ക്ക് ഞാനും പോവും കളിക്കാൻ. പിന്നെ ഞാനും ഒരു കൊച്ചല്ലേ ഗൈസ്. അപ്പം എൻ്റെ മറ്റേ സ്റ്റിക്കിനോട്ട് കാണുന്നില്ല. അയ്യോ, മറ്റേത് ഈ കളർ ഇട്ടോ ഗൈസ്. ഇപ്പം ഞാൻ എത്ര ചെയ്തെന്നാണ് ചെക്ക് ചെയ്യും. ഇവിടെ ഇതേ ഈ കളറില്ലേ, ഈ കളറും ഈ കളറും ഇതിന് വീഡിയോ കാണല്ലേ ഈ കളറ്. ഇതാ ബുക്കാട്ടോ ഗൈസ്, വിചാരിക്കില്ലേ. ഇടയ്ക്കിടെ ഞാൻ ചാനൽ ജമീനെ കുത്തിയിരുന്ന് പൂട്ടൊക്കെ രണ്ടുര കിടപ്പുണ്ട്. ഇനി മണി ചാനലും കൂടി ചെയ്യാമല്ലോ. താങ്ക് യു. എനിക്ക് ബോ ഉണ്ടാക്കാൻ വെച്ചിട്ടോ ഇങ്ങനെ വെക്കാം. ഗായ്സ്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഞാൻ സൈക്കിൾ ഓടിക്കും. അതിൽ വന്നൊക്കെ കമൻറ്റ് നിങ്ങൾ കാണണം ഗായ്സ്. ചോദിക്കുക, സൈക്കിൾ ഓടിക്കുന്ന അറിയാൻ പാടില്ല, ഇപ്പപ്പടിയും. ഞാൻ തമാശ പറഞ്ഞില്ല, എനിക്ക് വന്നിട്ടില്ല. എക്സൽറ്റിൽ വന്നിട്ടുള്ള കമൻസൊക്കെ ആട്ടത്. അപ്പോൾ ഗായ്സ് ഞാൻ ഇങ്ങനെ വന്നിട്ട് വരണം. ഗായ്സിനൊരു കാര്യം ചോദിക്കട്ടെ, ഇല്ലേ ഇപ്പം നമ്മൾ എന്തില്ലെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ തല ടൈപ്പ് ചെയ്യാണ്ടിട്ട് നമ്മുടെ യൂട്യൂബ് ഇതായി പോവും. പക്ഷെ പറയണേക്കാം ആയിപ്പോവും, അങ്ങനെ ആയിപ്പോവും. പക്ഷെ ഞാനത് നോക്കല്ല, ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്യുന്നില്ല. ഞാൻ ഏതോ ഷോർട്ട് ഈ എന്താ പറയുക, എനിക്ക് ചിലർ സബ്സ്ക്രൈബ് ചെയ്യാറില്ല, ചെയ്യും, എന്നിട്ട് വീണ്ടും അങ്ങോട്ട് കൊണ്ട് ഡിസ്ലൈക്ക് ചെയ്യും. എന്നാ കാര്യത്തിനാണെന്നൊന്നും അറിയാൻ പാടില്ല. പിന്നെ ഒരു ഇതേ ബോഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എഴുത്ത് അത് നിർബന്ധമില്ല, നമ്മൾ ചെയ്യാണ്ടിരിക്കും. ഇനി നമ്മുടെ പേനക്കുട്ടനെ കിട്ടുന്നത്. അയ്യോ, ഇത് ബുക്കല്ലേ, പേന എവിടെ? പേന നോക്കി കിട്ടും. എൻ്റെ ഈ മെഷക്കകത്ത് എല്ലാം എനിക്ക് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഞാൻ മാത്രമേ ചെയ്യുള്ളൂ ഗൈസ്. ഇതാണ് എൻ്റെ ഉമ്മച്ചി, ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഗൈസ്, ഉമ്മച്ചി വരില്ല കേട്ടോ ഗൈസ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഗൈസ് എൻ്റെ ഉമ്മച്ചിനെ. അപ്പോൾ ഗൈസ് ഇതെൻ്റെ 32ാമത്തെ ജേർണലിങ് ആട്ടോ ഗൈസ്. അപ്പം ഞാൻ എഴുതാൻ പോട്ടെ ഗൈസ്. ഈ സ്റ്റിക്കി നോട്ടിൻ്റെ ഇവിടെയൊക്കെ ഞാൻ ഓരോ ഡിസൈൻസ് ഒക്കെ കിട്ടും. അപ്പോൾ ഗൈസ് ഇതേ പോണ് ഗൈസിൻ്റെ ഉമ്മച്ചി. മിക്കിടക്കൊക്കെ നാനായിട്ട് ഇങ്ങനെ വരത്തില്ലേ ഉമ്മി, അങ്ങനെ ഗൈസ്. ഒരു കാര്യം കാണിച്ചിട്ട് ഗൈസ്, ഇത് ഞാനൊരു മുട്ടായി വരച്ചതാട്ടോ. അത് റെഡി ആയില്ല, അത്ര തന്നെ പറയാം. വിചാരിച്ചു വേറെ മുട്ടായി വെച്ചാൽ. ഒരു ബോയാട്ടോ.
ചില ഗേൾസ് ഉണ്ട് അങ്ങനത്തെ കമൻറ്റ് വന്ന് വരുന്നത്. എനിക്ക് ആരാണല്ല വലിയവരാണ് ചെറിയവരാണ് കമൻറ്റ് എനിക്കറിയാം. അപ്പോൾ ഇത് അപ്പം ഞാൻ എഴുതാൻ പോവാട്ടോ. This is my 33 journaling. And topic is a chocolate. Thank you. Have a good day. അപ്പം ഇനി എൻ്റെ ചോക്ലേറ്റ് ജെല്ലിങ് കണ്ടിട്ടുണ്ടേ നിങ്ങൾക്ക്. ഫൈനൽ ദിസ് ഈസ് മൈ ചോക്ലേറ്റ് ജേർണലിങ്. അപ്പം ഇവിടെ ഒരു ബോറൊക്കെ എടുക്കട്ടെ സെറ്റാക്കാം. അപ്പറിന് ഇവിടെയുള്ളപ്പോൾ എന്തിനിങ്ങനെ വീറുന്നത്. ഇങ്ങനത്തെ ഒരു കുഞ്ഞു കുഞ്ഞു പേപ്പർ എടുത്ത് ഇനി അങ്ങോട്ട് മുട്ടിച്ചെടുത്താൽ മതി. പിന്നെ എന്നെ കളിക്കാൻ വിളിക്കണം കേട്ടോ ഗായ്സ്. കളിക്കാനൊക്കെ ആയിട്ട് വിളിക്കുന്നത്. ഗൈസ് ഇതാട്ടോ എൻ്റെ ഒരു അനിയത്തി കേട്ടോ, എൻ്റെ കസിൻ അനിയത്തി. ഇവിടെ ഇടക്കിടക്ക് കൂടെ വന്നിട്ട് കളിക്കും. എത്ര ജന്മമായി? 33. ഇവിടെ എന്നെ കളിയാക്കണം കേട്ടോ ഗൈസ്. എൻ്റെ ഇത്രയും കാലം കൂടുതലായിട്ട്. പക്ഷെ ഞാൻ വീട്ടിൽ വരുമ്പോൾ നോക്കട്ടെ, ഇന്നാളെ തള്ളറിഞ്ഞു കേട്ടോ. ഞാൻ വീട്ടിൽ പോയി നോക്കി കേട്ടോ. എന്നിട്ട് ഊച്ചാളിത്തരായിട്ടുള്ള തള്ളകളായിരുന്നു. അന്ന് ഞാൻ ചുമ്മാ ചെയ്തോ ഗൈസ്. എൻ്റെ ഭാഷ കാണാണ്ട് ഉയ്യോ ചുരുക്കി ഇപ്പം ഞാനത് തന്നാം അല്ലേ? എനിക്കൊരു പശ തോന്നി ചേച്ചി ഇവിടെ വന്നപ്പോൾ ഇവളെ എന്നെ സ്നേഹത്തോടെ ഇവിടെ എന്തിനാ വന്നേന്നറിയാം. നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് വേണം. അവളുടെ 5 ഷീറ്റ്സ് കേട്ടല്ലേ, ബൂബി ഷീറ്റ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഫറിനെ ഫോളോ ചെയ്ത് ഇവിടെ നമ്പർ കൊടുക്കാം. ഇവിടെ ഇല്ലാട്ടോ ഗൈസ്, ചുമ്മാ ആദ്യം. പിന്നെ ഉണ്ട് ഐലൻഡർ. അത് ഞാൻ കാണിക്കാം. എന്ത് സാധനങ്ങളും കിട്ടാണ് അവിടെ വെറുതെ വയ്ക്കില്ല. എല്ലാ സാധനം വെച്ചു. ഇപ്പൊ ഞങ്ങൾ ഇന്നലെ ഒരു കല്യാണം ഉണ്ട്, ഒരു നിറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കും. അത് അവരവിടെ ചുമ്മാ ഇങ്ങനെ വച്ചേക്കുക, കയ്യിൽ ഇങ്ങനെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു ഇത് എന്തിനാണ് ഈ ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ട് കിട്ടാമോ? അപ്പോൾ അവള് മിണ്ടൂല കേട്ടോ. ഇതവിടെ നട്ട് മുട്ടായിട്ട് ഞാൻ ഇത് തിന്നു. അത് മറ്റേ ഇംഗ്ലണ്ട് മുട്ടായി. അപ്പോൾ ഗൈസ് ഇംഗ്ലണ്ട് മുട്ടായിയുടെ ജേർണലിംഗ് കഴിഞ്ഞിട്ടായിരുന്നു. നമ്മുടെ അസ്മിയെ വിളിക്കണ്ടോ? ഇത് വേണ്ട, ഐസ്ക്രീം ജേർണലിംഗ്. ഞാൻ വരാന്ന് പറഞ്ഞ പൊക്ക. ഹലോ, ഞാൻ പറയാൻ പോലെ വീഡിയോസ് വട്ടായി. ഓക്കെ ഇവിടെ നിങ്ങൾ ഇവൾക്ക് വട്ടായി, അവൾക്ക് വട്ടായില്ല. നമ്മളുടെ അനീതി. അപ്പൊ അത് ചെയ്യാൻ പോണെന്നാണ്. ഇവൾക്ക് എപ്പോഴും കവാസ്റ്റിക്കൽ വീഡിയോ കാണിച്ച അത് നിങ്ങൾക്ക് പക്ഷെ വീഡിയോ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ഇത് അണ്ട് ഇവൾക്ക് ഗുളിഗുലാതൊരു പശയുണ്ട്. ഇവൾ ജേണി ചെയ്യാൻ പോണ ഐസ്ക്രീം 4 പേരുണ്ട്. 4 പേര് എപ്പോഴും ഇടും. ഞങ്ങളുടെ ബർത്ത്ഡേ എപ്പോഴാണ് നിങ്ങളറിയാം? അത് ഇന്ന് വയലന്റ് ആയത് നിങ്ങൾ പോക്കും കുറെ നേരെ ഇത്തോട്ടെ. ഓവറാവണയാ. അയറി പോയറി ഗായ്സ്. അപ്പം ഞാൻ ഐസ്ക്രീം സ്റ്റിക്കിന്
ഉം. ഇനി ഒരു ക്രയോൺ എടുക്കണം, എന്നിട്ട് പിന്നെ അത് ഐസ്ക്രീം ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഇതെടുക്കണം, കളർ എടുക്കാം കായ്, എന്നിട്ട് ഗായ്സ്, അപ്പം ഞാൻ ഐസ്ക്രീമിന് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ന്യൂസ് പേപ്പറിന് ബത്തറൊക്കെ വാരിയിട്ട് 10 എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമായിട്ട് എനിക്ക് ഇത്തിരി മണ്ണയാണ്. ഈ കളർ കേട്ടോ, കത്രിക നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? ഈ സാധനം ഇവിടെ ഉണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ കളയുന്നത്. അപ്പോൾ കത്രിക ഉണ്ടെങ്കിൽ എന്നിട്ട് ഇതെടുത്തിട്ട് ഒരു ഒരു ക്യൂട്ടി ബോയ് ഇതുണ്ടോ ഐസ്ക്രീമിൻ്റെ എന്നിട്ടുണ്ട്. ഇവിടെ താഴെ സെൻറ്റൻസ് ഗൈസ്. അയ്യോ എൻ്റെ പേര് മുടി.
ഈ പേന ഇവിടെ പോയി കിടക്കും ഗായ്സ്. ഈ ബുക്ക് അടച്ചപ്പോൾ പേനയും വന്നു കേട്ടോ. ഈ ബുക്കിനെ എനിക്ക് പേടിയാണ്. This is my journaling. Topic is a ice cream topic, and this is my journaling is 34th journaling. Thank you. ഇവിടെ ഞാൻ വിചാരിക്കുന്ന ഒരു കോൺ ഐസ്ക്രീം വരയ്ക്കാം. കോൺ ഐസ്ക്രീം ഞാൻ ബ്രൗൺ എടുത്തിട്ടുണ്ട്. സ്ട്രോബെറി കേക്കാട്ടെ ഞാൻ ഉദ്ദേശിച്ചത്. സ്ട്രോബെറി കേക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾ മടുത്തായിരിക്കും എൻ്റെ ഈ വീഡിയോ കണ്ട്. അപ്പം ഇതും കഴിഞ്ഞു. ഇനി എന്നാ വെച്ചാൽ ഇനി നമ്മുടെ ലേസ് ജേർണി വേഗം തീരും കേട്ടോ ഗൈസ്. ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ ഈ ലേസ് ജേർണിയും കൂടി എൻ്റെ ഇത്. അപ്പോൾ ഗൈസ് ഇപ്പം ഞാൻ ചെയ്തു. എന്നിട്ട് ഇനി ഞാൻ ലേസ് ജേർണി ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ഇതിൻ്റെ എന്താ പറയുക ലേസിൻ്റെ ഇത് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ലേസ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ മേളിൽ എഴുതിയ നമുക്ക് നമ്മുടെ ഈ ജേർണിയും അവസാനിച്ചിട്ടുണ്ട്. This is my എത്രയാ അങ്ങനെ 35 ജേർണൽ. And this is beautiful and wonderful, and you have a good day. Guys, ലൈഫ് ജേർണി സിമ്പിളായിട്ട് മേളിലേക്ക് ലൈഫ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇത് ചെയ്തു പിന്നെന്താ പറയുക അയ്യോ ഇത് ചെയ്തു ആ ഷോട്ടി പിടിച്ച ഇത് ചെയ്തു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.
ബൈ ബൈ. ഹാപ്പിയാണ് അഫിന്റെ. എന്റെ ജനലൊക്കെ എന്റെ മെമ്പറേക്ക് എടുക്കും അപ്പി. അപ്പൊ ഇത് ഗാലറി കിടക്കും. അപ്പൊ എന്റെ കഴിവ്. അപ്പൊ ഞാൻ വലുതാവുമ്പോൾ നോക്കിയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ജേർണലിംഗ് ബുക്ക്. അപ്പോൾ എൻ്റെ വാപ്പയാട്ടോ ഗൈസ് ഇത് പോയത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.